എറണാകുളം മണ്ഡലം UDF സ്ഥാനാർത്ഥി ഹൈബീഡൻ റിപ്പോർട്ടർ ടിവിക്കൊപ്പം ചേരുന്നു. എങ്ങനെ പ്രഖ്യാപനം അതിന് തൊട്ടു പിന്നാലെ തന്നെ വോട്ട് തേടി തുടങ്ങി. ഇവിടെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാലും എങ്ങനെയുണ്ട് ഈ തവണത്തെ തെരഞ്ഞെടുപ്പ് പ്രചരണം? തേടി തുടങ്ങിയതല്ല, ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല എങ്കിൽ പോലും MP എന്നുള്ള രീതിയിലുള്ള ചുമതലകൾ എല്ലാ ദിവസവും നിറവേറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഒന്ന് ഇത്തവണ എറണാകുളം എങ്ങനെ കഴിഞ്ഞതിനേക്കാൾ ഭൂരിപക്ഷം മെച്ചപ്പെടുത്തുക എന്നതാവും ഒരുപക്ഷെ UDFനെ സംബന്ധിച്ചിടത്തോളം ഓരോ ഇടങ്ങളിലും. ഇത്തവണ എങ്ങനെയായിരിക്കും എറണാകുളം? എങ്ങനെയാണ് പ്രതീക്ഷ? ഞങ്ങൾ സ്ഥാനാർത്ഥിയെ അല്ലെങ്കിൽ വ്യക്തിയെ എന്നതിനപ്പുറമായിട്ട് കൃത്യമായ രാഷ്ട്രീയ പ്രചരണത്തിലൂടെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത്. കേരളത്തിലെ പൊതുസമൂഹം, എറണാകുളത്തെ ജനങ്ങൾ ഗവൺമെൻറ്റിനെതിരെയുള്ള വലിയ വികാരം തെരഞ്ഞെടുപ്പുകൾ പ്രതിഫലിക്കുമെന്നാണ് ഞങ്ങൾ കരുതുന്നത്. പ്രത്യേകിച്ച് ക്ഷേമ പെൻഷനുകൾ തുടങ്ങി മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ് വരെ ഉള്ള വിഷയങ്ങൾ പൊതുസമൂഹം ഏറ്റവും അൺപോപ്പുലറായിട്ടുള്ളൊരു ഗവൺമെൻറ്റിനെതിരെയുള്ളൊരു വിധിയെഴുത്തായി ഈ തെരഞ്ഞെടുപ്പ് മാറുമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് ആർക്കും ഒരു സംശയമില്ല. NDA സ്ഥാനാർത്ഥിയെ ഒരുപക്ഷെ പത്മജ വേണുഗോപാൽ എത്തിയേക്കുമെന്ന അഭ്യൂഹങ്ങളുണ്ട്. അങ്ങനെയെങ്കിൽ അതിപ്പോൾ ആര് തന്നെ ആയിരുന്നാലും ഞങ്ങൾക്ക് വലിയ ആശങ്ക ഒന്നുമില്ല. കഴിഞ്ഞ തവണ അൽഫോൺസ് കണ്ണന്താനത്തെയാണ്, കേന്ദ്രമന്ത്രിയായിരുന്നു. P. രാജീവ് CPM കാൻഡിഡേറ്റ് ആയിരുന്നു. അവരൊന്നും എല്ലാം വന്നും മത്സരിച്ചോട്ടായാലൊന്നും ഒരു പ്രയാസം ഉണ്ടാവില്ല. ഘട്ടത്തിലെ പത്മജയുടെ കൂടുമാറ്റത്തെ എങ്ങനെയാണ് കാണുന്നത്? അല്ല, കേരളത്തിൻ്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ പ്രത്യേകിച്ച് എറണാകുളത്തുകാർക്ക് ലീഡർ എന്ന് പറയുന്നത് വലിയ ബഹുമാനമുള്ള, വലിയ ആദരവുള്ള, ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മതേതരത്വത്തിൻ്റെ ഒരു വലിയ ചിഹ്നമായിരുന്നു. ആ ലീഡറുടെ മകൾ ആ പാർട്ടിയിൽ നിന്നുള്ള എല്ലാ ആനുകൂല്യങ്ങളും വാങ്ങി പാർട്ടി വിട്ടു പോയി എന്നുള്ളത് മാനസികമായും വ്യക്തിപരമായും വിഷമം ഉള്ള ഒരു കാര്യമാണ്. പക്ഷേ കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്നത് അങ്ങനെ ഒരു വ്യക്തിയിൽ അധിഷ്ഠിതമായി പ്രവർത്തിക്കുന്നൊരു പാർട്ടിയല്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അതിനെ സംബന്ധിച്ച് യാതൊരു ആശങ്കയും തെരഞ്ഞെടുപ്പ് രംഗത്തും ഉണ്ടാവില്ല, രാഷ്ട്രീയ രംഗത്തും ഉണ്ടാവില്ല. അതുകൊണ്ട് CPMന് BJPക്കോ വലിയ മെച്ചവും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല.